റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺലൈനിലൂടെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കാണുകയാണ്. കോഴിക്കോട്ടേക്ക് നമ്മൾ പോയാൽ വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷഹദ് റഹ്മാൻ തരും. ഹാക്കിംഗ് ഫണ്ട് തട്ടിപ്പിൽ കുടുങ്ങിയിരിക്കുന്നു മലയാളികളിൽ പലരും. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഫോണുകളും ഹാക്ക് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. കോട്ടയം സ്വദേശിക്ക് പണം നഷ്ടമായിട്ടുണ്ട്. വെലോഹർ ഹാക്ക് എന്ന ഫേസ്ബുക്ക് പേജ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. നമ്മൾ വാട്സപ്പ് ആക്സസ് ആക്കുന്നത്, അതുകൊണ്ട് അവർക്ക് നമ്മൾ 6 വാട്സപ്പാണ് എടുക്കുന്നത്, അവർക്ക് അറിയാൻ പറ്റില്ല നമ്മൾ വാട്സപ്പ് ആക്സസ് ആക്കുന്ന കാര്യം. പിന്നെ നമുക്ക് അവർ പെർമനന്റ് ഡിലീറ്റ് ആക്കി ചാറ്റ്സ് വരെ എടുത്തു തരാൻ പറ്റുന്നതാണ്. അതായത് അവർ വാട്സപ്പ് സ്റ്റാർട്ട് ആക്കി മുതലുള്ള ചാറ്റ്സ് മൊത്തം നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് വരുന്ന ചാറ്റില് വോയിസ്, വീഡിയോ, ചാറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരാരെ കോൾ ചെയ്യുന്നു, അപ്കമിംഗ് ആണോ ഇൻകമിംഗ് കോൾ ആണോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പക്ഷെ അവർക്ക് വരുന്ന കോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ അവർക്ക് വരുന്ന മെസ്സേജിന് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. കാരണം ആക്സസ് ആക്കുന്നവരെ അവർ അറിയുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആ ഓപ്ഷൻസ് ഓഫ് ആക്കിയിട്ടേക്കുമായിരിക്കും. നിങ്ങൾക്ക് ഇത് 1 മാസം മുതൽ 1.5 മാസം വരെയാണ്. കറക്റ്റ് വെച്ചാൽ 1 മാസം കംപ്ലീറ്റ് എന്തായാലും കിട്ടും. 1.5 മാസം വരെ ആവുമ്പത്തെ ലിങ്ക് എക്സ്പയർ ആയിപ്പോകും. നമ്മൾ ലിങ്ക് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് തരിക. അതായത് ലിങ്ക് 1.5 മാസം ആവുമ്പത്തെ ലിങ്ക് എക്സ്പയർ ആയി പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സർവീസ് വേണമെങ്കിൽ പിന്നെ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അതായത് വാട്സപ്പ് ചാറ്റ്, വാട്സപ്പ് കോള്, വാട്സപ്പ് വീഡിയോസ് എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹാക്ക് ചെയ്യണമെങ്കിൽ 1 മാസത്തേക്ക് 549 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ നമ്പർ, അതിൻ്റെ ലിങ്ക് അയച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആ പയ്യൻ എനിക്ക് കുറേ വോയിസ് മെസ്സേജുകൾ അയച്ചു. ഇങ്ങനെ ഈ രീതിയിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വോയിസ് മെസ്സേജും QR കോഡും എനിക്ക് അയച്ചു തന്നു. അത് പ്രകാരം ഞാൻ ഒരു 50 രൂപ സാമ്പിളായിട്ട് ആദ്യമേ ഇത് ക്യാഷ് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു 50 രൂപ അയച്ചു. അപ്പോൾ അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ മറുപടി വന്നു. ഓക്കെ, താങ്കൾ ബാക്കി പിന്നെ പേയ്മെൻ്റ് കൂടെ ചെയ്തോളൂ, 20 മിനിറ്റിനകം താങ്കൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം നിങ്ങൾ പറയുന്ന നമ്പറിൽ. വലിയ എമൗണ്ട് ഒന്നുമില്ലല്ലോ, ഒരു 500 രൂപയല്ലേ ഉള്ളൂ എന്ന് ഉള്ള രീതിയിൽ ഞാൻ 500 രൂപയുടെ അയച്ചു. അതിനുശേഷമാണ് പക്ഷേ ഞാൻ പറ്റിക്കപ്പെടുകയാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, ചെറിയ തുകയിൽ തുടങ്ങി വലിയ തുകയിലേക്ക് തട്ടിപ്പ് എത്തുമെന്ന് ഉറപ്പാണ്. എന്താണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്? ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ, അതോ അതിന്റെ പേരിൽ ഈ രീതിയിലുള്ള തട്ടിപ്പ് എന്നതാണോ? എന്താണ് ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേണ്ടി? വിനിത, ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാളുടെ സ്വകാര്യത അല്ലെങ്കിൽ ഒരാളുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ അത് ഒരിക്കലും ഒരു കാരണവശാലും മറ്റൊരാൾ അതിൽ കയറി ചെല്ലുകയോ അത് ഹാക്ക് ചെയ്യാനോ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് ഇത്തരം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ പണം വാങ്ങുകയും അത് ഹാക്ക് ചെയ്ത് നൽകുകയും ചെയ്യുന്നത് മറ്റൊരു കുറ്റമാണ്. അപ്പോൾ 2 കൂട്ടരും ചെയ്യുന്നത് കുറ്റം തന്നെയാണ്. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ നമ്മളെ സമീപിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അത് ഹാക്ക് ചെയ്തു തരാം എന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പരസ്യം നൽകുന്നു. 549 രൂപ നൽകി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ, അതായത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതകൾ അതിലേക്ക് കയറി ചെന്ന് അതിൽ നിന്നുള്ള വിശദാംശങ്ങൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഓഡിയോയിൽ കേൾപ്പിക്കുന്നുണ്ട്. ചാറ്റുകൾ, അതായത് വാട്സപ്പ് തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തുടങ്ങിയത് മുതലുള്ള ചാറ്റുകളൊക്കെ തന്നെ എടുക്കാൻ സാധിക്കും, ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ വീഡിയോകൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ വെറും ഒരു 549 രൂപയാണ് ഈടാക്കുന്നത് എന്ന് പറയുമ്പോഴും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് കോട്ടയം സ്വദേശിയാണ്. ഈ കോട്ടയം സ്വദേശി ഈ രീതിയിൽ, അതായത് വാട്സപ്പിൽ ബന്ധപ്പെടുന്നു, വാട്സപ്പിൽ പണം അയച്ചു നൽകുന്നു. പണം അയച്ചു നൽകിയതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം ഈ തട്ടിപ്പിനിരയായി എന്ന വിവരം അദ്ദേഹം തന്നെ അറിയുന്നത്. പക്ഷെ അദ്ദേഹം പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിൽ 2 തരത്തിലുള്ള അപകടമുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സമാനമായ രീതിയിൽ നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിൽ അവരുടെ ചാറ്റുകൾ തന്നെ, വീഡിയോ പോലെ തന്നെ ഓപ്ഷനുകൾ, കോളുകൾ ഇതെല്ലാം പണം നൽകിയാൽ എടുത്തു തരാം എന്നുള്ളതാണ് ഇവരുടെ വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളിൽ ആരും ചെന്ന് വീഴരുത്, ഇത് വെറും പറ്റിപ്പാണ്. ശരി, അതാണ്, ഇത്തരം വാഗ്ദാനങ്ങളൊന്നും വീഴരുത്. അതുപോലെ ലിങ്കുകൾ വരുമ്പോൾ പലതും ക്ലിക്ക് ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. പലതും തട്ടിപ്പിലുള്ള വഴികൾ കൂടിയായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഷഹദ് ഈ റിപ്പോർട്ടിലൂടെ നൽകുകയും ചെയ്യുന്നത്.